എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആദ്യത്തെ രാശിയായ മേടത്തിലാണ് അശ്വതി നക്ഷത്രം നിലകൊള്ളുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിക്കുന്നവർക്ക് ഗണ്ഡാന്ത ദോഷമുണ്ട്. ഈ ഗണ്ഡാന്ത ദോഷമുള്ള സമയത്ത് ജനിക്കുന്നവർ പെട്ടെന്ന് കോപം ഉള്ളവരായിട്ട് കാണപ്പെടുന്നു. സാമാന്യമായി പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യവും അതുപോലെ ആരോഗ്യവും ഉള്ളവരായിരിക്കും. ഇവർക്ക് നല്ല ഓർമ്മശക്തിയും അതുപോലെ വിവേചന സാമർഥ്യവും ഉള്ളവരാണ്. അതുപോലെ വീതിയേറിയ നെറ്റിത്തടം, നല്ല മുഖഭാവം, ഇതൊക്കെ ഇവരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. പെട്ടെന്നുള്ള വികാരങ്ങൾക്ക് ഇവർ അടിമപ്പെടത്തില്ല. വളരെ ആലോചിച്ചു മാത്രമേ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഇവർ ഇടപെടുകയുള്ളൂ. എന്നാൽ അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ആ തീരുമാനത്തിൽ നിന്ന് യാതൊരു ശക്തിക്കും അവരെ മാറ്റാൻ ആകുകയും ഇല്ല. പുറമേ വളരെ ശാന്ത സ്വഭാവം ആണ് ഇവർക്കുള്ളത് എന്ന് തോന്നും. എങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർ വളരെ സാമർഥ്യമുള്ളവരാണ്. അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നവരല്ല ഇവർ. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ ഈ മുകളിൽ പറഞ്ഞ സ്വഭാവങ്ങൾ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ആശ്രിത വാത്സല്യത്തിൻ്റെ കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് ആപത്ഘട്ടങ്ങളിലും ഇവർ സഹായികളായി ഇവർ കൂടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ എത്ര കഠിന സാഹചര്യം ഉണ്ടായാലും ശാന്തത കൈവിടാതെ പ്രസന്നതയോടുകൂടി ഇവർ പ്രശ്നങ്ങളെ നേരിടുന്നതാണ്. എന്നാൽ യഥാർത്ഥമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇവരെ ആർക്കും സമാധാനിപ്പിക്കാനോ അതുപോലെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ വ്യതിചലിപ്പിക്കാനോ ആർക്കും കഴിയുകയും ഇല്ല. നല്ല ഈശ്വര വിശ്വാസികളാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒന്നും വഴിപ്പെടുന്നവരല്ല. അതുപോലെ കുടുംബകാര്യങ്ങളിലും മറ്റും ഇവർ യാഥാസ്ഥിക സ്വഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. എങ്കിലും സുഹൃത്തുക്കളുടെയും മറ്റും കാര്യങ്ങൾ വരുമ്പോൾ ഇവർ പുരോഗമന കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ നല്ല കലാസ്വാദകരാണിവർ, ബുദ്ധിജീവികളാണ്. ഇവർ ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് വ്യാകുലപ്പെടാറും ഉണ്ട്. 30 വയസ്സിന് മേലോട്ടാണ് ഇവർക്ക് നല്ല കാലം തുടങ്ങുന്നത്. അതുവരെയൊക്കെ പലവിധ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടതായി വരുന്നതാണ്. അതൊക്കെ തരണം ചെയ്ത് നല്ല കാലം തുടങ്ങുന്നത് 30 വയസ്സിന് മേലെ ആയിരിക്കും എന്ന് സാരം. ഈ നല്ല കാലം 55 വയസ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതുമാണ്. തുടർന്ന് സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒക്കെ പിന്മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ പൊതുകാര്യങ്ങളിലെ കുടുംബപരമായ കാര്യങ്ങളിലും ഒക്കെ ഇവർ ഒരു കാരണവരുടെയൊക്കെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നതായാണ് അനുഭവം. ചില സന്ദർഭങ്ങളിൽ വീട്ടുകാരുടെയൊക്കെ വിദ്വേഷത്തിന് ഇവർ പാത്രമാകുന്നതുമാണ്. അതുപോലെ സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്ക് എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകുന്നത്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളുമാണ്. ഈ അഭിമാനബോധം ഇവരുടെ സാമ്പത്തികമായ ഉയർച്ചയെ ബാധിക്കാറും ഉണ്ട്. അതുപോലെ വൃത്തിബോധം ഇവർക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വീടും പരിസരവും അതുപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ഇവർ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. ഇവർ പ്രത്യക്ഷത്തിൽ നല്ല ആരോഗ്യമുള്ളവരായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവർക്ക് അർശസ്, അതുപോലെ മൂത്രാശയ രോഗങ്ങളെ ഇവയിലേതെങ്കിലും, അതുപോലെ ഹൃദ്രോഗം, ഇവയിലേതെങ്കിലുമൊക്കെ ഇവരെ സ്ഥിരമായി ഉപദ്രവിക്കാറും ഉണ്ട്. എന്നാൽ ഔഷധത്തേക്കാൾ നല്ലത് ജീവിതചര്യ കൊണ്ടും ആത്മനിയന്ത്രണം കൊണ്ടും ഒക്കെ രോഗശമനം വരുത്താമെന്ന് ഇവർ വിശ്വസിക്കുന്നവരുമാണ് കുറച്ചുപേരെങ്കിലും. ഇത് കുറേയൊക്കെ ഫലപ്രദം ആകാറും ഉണ്ട്. ഇവരിൽ അശ്വതി നക്ഷത്രത്തിൽ കുറേ പേർ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിൽ അമിത താല്പര്യമുള്ളവരാണ്.
അത് നിയന്ത്രണാതീതമാകുന്ന സാഹചര്യം വരെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫലം വളരെ മോശമായിരിക്കും. സാമാന്യമായി പറഞ്ഞാൽ ഇവരുടെ ദാമ്പത്യ ജീവിതവും ഐശ്വര്യപ്രദമായിരിക്കും. എന്നാലും പൂർണ്ണ ഐശ്വര്യസമ്പൂർണം എന്ന് പറയാനാകില്ല. ചിലപ്പോഴൊക്കെ അസംതൃപ്തി ഉണ്ടാകാറുമുണ്ട്. അതുപോലെ ജാതകക്കാരൻ്റെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും ഒക്കെ അനിഷ്ട സ്ഥാനത്ത് നിന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ബുധനോ ശനിയോ ഒക്കെ അനിഷ്ടഭാവത്തിൽ നിന്നാൽ വിവാഹത്തിന് കാലതാമസവും ഉണ്ടാകുന്നതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഒക്കെ ഉണ്ടായാൽ നല്ല സന്താനങ്ങളും ലഭിക്കുന്നതാണ്. അതുപോലെ ഈ മേൽ പറഞ്ഞ വിവരങ്ങളൊക്കെ മിക്കവാറും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ബാധകമാണ്. എന്നാൽ സ്ത്രീകൾക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കറകളഞ്ഞ് ഈശ്വരവിശ്വാസികളും മതബോധവുമുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. അതുപോലെ ശുദ്ധഹൃദയരാണിവർ. ഇവർക്ക് ഒരു ചെറിയ ദുഃഖാനുഭവം പോലും താങ്ങാൻ ആകത്തും ഇല്ല. അതുപോലെ ഭർത്തൃഭക്തിയിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. ഔദ്യോഗിക രംഗത്താണെങ്കിലും കുടുംബ ആണെങ്കിലും അസാമാന്യ സാമർഥ്യം ഉള്ളവരുമാണ് അശ്വതി നക്ഷത്രക്കാർ. അതുപോലെ ഇവരെ സ്വാധീനിക്കാൻ സ്നേഹത്തിനും ഔദാര്യത്തിനും മാത്രമേ കഴിയൂ. മറ്റ് ഒരു കാരണം കൊണ്ടും ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ചെറിയ ദുശാഠ്യമുണ്ട്. അതുപോലെ വാചാലതയുണ്ട്. ഇതൊക്കെ അല്പം കൂടുമെങ്കിലും ഐശ്വര്യവതികളും സ്നേഹവാത്സര്യം ഉള്ളവരുമാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ. അശ്വതിയുടെ ആദ്യത്തെ നാഴിക ഗണ്ടാന്ത ദോഷമുള്ളതായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇതിൽ 3.25 നാഴികയ്ക്കാണ് ദോഷാധിക്യമുള്ളത്. ഈ സമയത്ത് ജനിക്കുന്നവർ അവർക്ക് അല്പം ആരോഗ്യസ്ഥിതിയൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും. അതിലുപരി അവർ പെട്ടെന്ന് കോപം വരുന്നവർ, അതുപോലെ കള്ളം പറയാൻ മടിയില്ലാത്തവരായിരിക്കും. അതുപോലെ അവർ വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്നു. ഒന്ന് ഈ വിദേശത്ത് ജോലി കിട്ടി അകന്ന് താമസിക്കുന്നവരോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ അടുക്കേന്ന് ഈ വിദ്യാഭ്യാസത്തിനായും മറ്റും ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുന്നവർ, ഇങ്ങനെയൊക്കെ അകന്ന് താമസിക്കുന്നവരും ആയിരിക്കും. ഈ കാർത്തിക, മകയിരം, പുണർദം, ചിത്തിര, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള സഹവാസവും ബന്ധവും അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നാളുകാരുമായുള്ള ബിസിനസ് സംരംഭങ്ങൾ മറ്റും ഒഴിവാക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലത്. അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കേതു ദശയിലാണ്. ഇവരുടെ ദശാകാലം ഏകദേശം ഇങ്ങനെ വരാം. 4 വർഷം ജനിച്ചു കഴിഞ്ഞ് ഒരു 4 വർഷത്തോളം കേതുർദശ. അത് ജനിക്കുന്ന സമയം പോലെ ഈ 4 വർഷം എന്നുള്ളത് കൂടാം കുറയാം. അത് കഴിഞ്ഞിട്ട് 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, അത് കഴിഞ്ഞ് 10 വർഷം ചന്ദ്രൻ, പിന്നെ 7 വർഷം ചൊവ്വ, പിന്നെ 18 വർഷം രാഹു, 16 വർഷം വ്യാഴം, 19 വർഷം ശനിയാണ്. ഇങ്ങനെ പോകുന്നു. ഈ സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നിവരുടെ ഈ ദശാകാലങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അശുഭകരമായേക്കാം. അതിനാൽ ഈ കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾ, ഈ അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയവയ്ക്ക് ഉത്തമമാണ്. അതുപോലെ ഈ അശ്വതി നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും. അതുപോലെ വിനായക ചതുർത്ഥി നാളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ കേതു പ്രീതികരമായ മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ ഇവയൊക്കെ ഇവർ ജപിക്കുന്നതും നന്നായിരിക്കും. അതുപോലെ രാശ്യാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം എന്നിവയൊക്കെ നടത്തുന്നത് ഫലപ്രദമാണ്. അതുപോലെ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ചുവന്ന വെള്ള വസ്ത്രത്തിലാണേലും അതിൽ ഒരു ചുവന്ന എന്തെങ്കിലും ഒരു പൂവോ അതുപോലുള്ള എന്തെങ്കിലും അടയാളമാണേലും മതി, ചുവന്ന വസ്ത്രങ്ങൾ. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അശ്വിനി ദേവകളാണ്. അതുപോലെ അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ്, വൃക്ഷം കാഞ്ഞിരമാണ്. അശ്വതി നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. പക്ഷി വരുന്നത് പുള്ളാണ്, ഭൂതം വരുന്നത് ഭൂമിയാണ്. അതുപോലെ അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് ഔഷധങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ അശ്വതി നക്ഷത്രക്കാർ ഔഷധങ്ങൾ നൽകുന്നത് ഒക്കെ പെട്ടെന്ന് ഫലപ്രദമാകുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രത്തെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.